കാടൊക്കെ കയറി മലയെല്ലാം താണ്ടി. എന്താ അത് പറ്റത്തില്ലേ? എന്താ ഏ ലൈനർ ചൂടായില്ലയോ? കട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയി ഫുഡ് അടിച്ചിട്ട് അരമണിക്കൂർ ടൈം എടുത്തിട്ട് പതുക്കെ വണ്ടി അങ്ങ് കിടക്കുക. നല്ല കാലാവസ്ഥ. ടൈം പറയാം. എടാ 27 തിരുവല്ല വണ്ടിയാണല്ലോടാ. ഏടോ തിരുവല്ല റിസപ്ഷൻ ആണല്ലോ. ആ എംസാൻ്റെ കൊണ്ട് പോയ ട്രെയിലറോ? ആര്? ഏ തിരുവല്ലുള്ള വണ്ടിയാണല്ലോ പറഞ്ഞേക്കുന്നത്. അയ്യോ ഉറങ്ങിപ്പോയതാണോ? പുള്ളി വിളിച്ചേ? ഇതാണോ? ഇറങ്ങി പോവാ. ആ റോഡ് നമ്പർ 9. റോഡ് നമ്പർ 9 TP 35114 നിൽക്കാൻ വേണ്ടി 14 അല്ല ഇത് 1 ആണോ? 145 അത് തന്നെ. ആ എടാ ഇത് 145 കിടക്കുന്നത്. ഇത് 145. എടാ ഒന്ന് അവിടെ ഇവരെ ഒന്ന് കാണിച്ചു നോക്കി ആളെ. ആണോ? ഇത് തന്നെ ആയിരിക്കുമോ? ഈ ബൈക്ക് ഹോൺ അടിക്കുന്നോ? സൈഡ് കൊടുക്കാനാവോ? എന്നാ വലിയ കമ്പനിയാണോ ഇത്? ക്യാമ്പർ പല സെക്ഷനായിട്ടാ. സുശീല ഗ്രാമീസ്. 146 147. ആ 147 ഇതിനകത്ത് തന്നെ ഉണ്ട്.
ഈ വലത്ത് തിരിഞ്ഞ് രണ്ടാമത്തെ ലെഫ്റ്റ് എന്ന് പറഞ്ഞായിരുന്നോ? ആണ്ട് ഇതൊക്കെ അതായിരിക്കുമോ? കുറേ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ. ഇവിടെ നിന്നിട്ട് ഞങ്ങളുടെ ചായക്കടയൊക്കെ ഉണ്ടല്ലോ. ഇത് ലോഡ് കുറേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. Birla Pens Divisions, Grasim Industries Limited, Birla Pens Divisions, plot number 147A 147B. Birla Opus Paint. എടാ 147 നീ കണ്ടോ അതിനകത്ത്? അവിടെ ഇല്ല, ഞാൻ കാണുന്നില്ല. ആ ഓക്കെ 147A 147B. എനിക്ക് നോട്ട് 571313. യെസ്, ആ 571313. എന്താ പറ്റി? ബാഗിലോട്ട് ഒതുക്കിയിടാനോ? ബാഗിലോട്ട് കയറിയിടാൻ പറഞ്ഞോ? ഇന്ന് ഇറക്കത്തില്ലേ? കമ്പനിയാണ്. ചിലപ്പോൾ ഇന്ന് ഇവിടെ കയറ്റില്ലെങ്കിൽ നാളെ കയറ്റത്തുള്ളൂ. ഒരാളെ അകത്ത് കയറ്റത്തുള്ളൂ. എന്താണ് എന്ത്? ചുമ്മാ വെച്ച് കൊടുത്താൽ മതി. ചറപറ കൊതുക. ബിർള ഓപ്പസ് പെയിൻറ്റ്സ്. ഇവിടെ നാളെ രാവിലെ വണ്ടി കയറ്റത്തുള്ളൂ. രണ്ടാമതല്ലേ? രണ്ടാമത്തെ വണ്ടി. അപ്പോൾ ഞങ്ങൾ
പതിവ് പോലെ അരിയും സാധനങ്ങളും ഗോതമ്പ് പൊടി എല്ലാം മേടിച്ച് വെച്ചിട്ട് പതിവ് പോലെ എപ്പി മേടിച്ചോണ്ട് എപ്പി ഇല്ലായിരുന്നെങ്കിൽ പെട്ട് പോയാലേ. ഇത് എപ്പി അല്ല, ഇത് വേറെ എന്തോ 1 2 3 അല്ലേ? ആ, ഇത് 1 2 3 എന്നും പറഞ്ഞ സാധനം. ന്യൂഡിൽസ് ഹോട്ട് കിസ് മസാല. യെസ്, ഹോട്ട് കിസ് മസാല. അത്രയും വെള്ളം ഒഴിക്കണ്ടായിരുന്നേ, വെള്ളമായിപ്പോയി കണ്ടോ. ഒത്തിരി പറ്റിപ്പോയ ഇത് പോയിരിക്കും, ടേസ്റ്റ് പോയിരിക്കും. യെസ്, നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട്, മണത്തറിഞ്ഞ് വന്നിട്ടുണ്ട്, മണം പിടിച്ച് വന്നിട്ടുണ്ട്, ഡൂള് വന്നിട്ടുണ്ട്. ബാക്കി വല്ലതും അധികം ഉണ്ടെങ്കിൽ തരാം, പ്രതീക്ഷിക്കണ്ട. ഡൂള് മണം പിടിച്ച് എവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഈറോഡ് റസാത്തിയൊന്ന് കാണാമെന്ന്. കമ്പനിക്കകത്തേക്ക് ഒരാളെ മാത്രമേ കയറ്റി വിടത്തുള്ളൂ, 2 പേരെ വിടത്തില്ല. രാവിലെ 8 മണി ആയപ്പോഴത്തേക്ക് അവരൊന്ന് വിളിച്ചു. അണ്ണാ കാണാ സൗഖ്യമാ സുഖമാ? ജലിക്കുള്ളേ ഫുഡൊക്കെ കിടക്കുമാ? കർണാടക ജയിലിൽ പിടിച്ചിട്ടിരിക്കുക. ശരി എന്നാ, സന്ധിക്കും വരെ പാകല. എടാ, അതുകൂടാതെ വേറൊരു വണ്ടി, എമർജൻസി വണ്ടി വന്നിട്ടുണ്ടെന്ന്, അതുകൂടെ ഇറക്കിയിട്ടേ ഉള്ളത്. ആ, 2 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. ആ, അപ്പോൾ ഇത് നടക്കത്തില്ല, നാളെ നടക്കത്തുള്ളൂ. ആണോ? ആ, ഓക്കെ, ശരി എന്നാൽ. ഞാൻ ആ മറ്റേ തമിഴ്നാട് ലോറിക്കകത്ത് കുത്തിയിടാൻ വേണ്ടി ഞാനോട് പറഞ്ഞു, പയ്യരിപ്പുണ്ട്, കുത്തിയിട്ടെ. ശരി എന്നാൽ. മോനെ ഡുണ്ടാ ഫ്രീ, വാടാ നമുക്ക് പോടാ. ഇപ്പം വണ്ടി കയറ്റിയിരിക്കുന്നത്, ഇവിടെ വണ്ടി കിടക്കുന്നുണ്ട്, ലുക്കുണ്ട്. അപ്പോൾ അവിടെ വണ്ടി കയറ്റിയിരിക്കുന്നത് ബിർളാടെ കമ്പനിയുടെ, പെയിൻറ്റ് കമ്പനിയുടെ. അതൊരു കമ്പനി, വണ്ടി ഇത് വേറൊരു കമ്പനി. അതുകൊണ്ട് ആ റോഡിൻ്റെ അപ്പുറം കാണുന്നതുകൊണ്ട് അതുകൊണ്ട് അത് കൊക്കക്കോളയുടെ കോള. പിന്നെ വേറെ എന്തൊക്കെയോ കമ്പനികളുണ്ട് ഇഷ്ടംമാതിരി. പക്ഷെ ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. പോസ്റ്റ്, അതാണ് കറക്റ്റ് പോസ്റ്റ്. ഞാനിപ്പോൾ അവിടെ ചാർജർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വേറൊരു വണ്ടിയിൽ കുത്തിയിടാൻ വേണ്ടിയാണ് പെട്ട് നിൽക്കുക. പുറത്തോട്ട് പോകണമെങ്കിൽ നല്ല പോകണം, നടക്കാനാണെങ്കിൽ അവിടെ അങ്ങ് റോഡ് കണ്ടോ, മല ഇത് അത് 4 കൂടിയ റോഡാണ്. ഈ വലത്തോട്ട് പോയാലും ഇടത്തോട്ട് പോയാലും നേരെ പോയാലും ഇതുപോലെ കയറ്റം കയറണം. ഇതുപോലെ കയറി ഇറങ്ങി വേണം ഇങ്ങോട്ട് വരാൻ. അങ്ങനെ കയറി നമ്മൾ കയറ്റം കയറുന്ന ആ കയറി ഇറങ്ങിയിട്ട് വേണം റോഡിലോട്ട് പോകാൻ. അതും ടൗണല്ല, ആ ടൗണും അല്ല, മെയിൻ റോഡിലോട്ടാണ് പോകുന്നത്. ആ മെയിൻ റോഡിൽ നിന്ന് വീണ്ടും ഒരു 3-4 കിലോമീറ്റർ പോയാലേ ടൗണിലോട്ട് പോകത്തുള്ളൂ. അപ്പം അങ്ങനൊരു പോസ്റ്റാണ്. പിന്നെ അപ്പം ഇവിടെ ഒരു പെട്ടിക്കട ഉണ്ട്, അടൂർ പെട്ടിക്കട.
അവിടെ ആളെല്ലാവരും ചായയും കടിയൊക്കെ സമൂസ ഉണ്ടായിരുന്നു. ആ സമൂസ അവിടെ നിന്ന് തട്ടി. പിന്നെ വേറൊന്നും കഴിച്ചില്ല. പോസ്റ്റാ. ഞാൻ അവിടെ നിന്ന് ലോഡ് ഇറങ്ങിയാൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അതാണ് അടുത്ത പോസ്റ്റ്. മഴ പെയ്യായിരുന്നാൽ മതിയായിരുന്നു. ആമാ ഷെയർ ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞിരിക്കാൻ പറ്റി. രാവിലെ 8 മണിക്ക് വണ്ടി അകത്ത് കയറിയതാ. இந்த ட்ரிப் போடுறியா? இந்த ட்ரிப் தான் போடுறியா இப்போ? இந்த ട്രിപ്പ് പോകണം. രാവിലെ 8 മണിക്ക് വണ്ടി അകത്ത് കയറിയത്. ഒരാൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇത്ര നേരമായിട്ട് വണ്ടി അകത്ത് ഇറങ്ങിയിട്ടില്ല. അതാര് இன்ஸ்டாகிராம்ல வரேன்னு பாரு தமிழ்ல. தெரியாது. பில்லராம் അറിയില്ല. நம்மதா மும்பைக்கு போற நம்மதா டைமிங்ஸ் நம்மதா சொல்ற பாரு. அது தெரியலையா? பார்த்தா தெரியும். ஒரு நல்ல காமெடி அவர். நம்மதா எப்படி நம்மதா பார்த்தா தெரியும். அடிச்சிட்டு இப்போ பார்த்தா இருக்கறே. எலக்ட்ரானிக் சிட்டி வந்தாச்சு. വണ്ടി ലോറിയായിട്ട് വന്നു. ഇവന്റെ അപ്പൻ അത് ലോറി കയറി. കൊച്ചിയിൽ വന്നാച്ചി. ആണോ? തമിഴാ? തമിഴല്ല. അച്ഛൻ്റെ കൂടെ വന്നതാ. ഇവിടെ ഇറക്കിയിട്ട് ഇവരുടെ വണ്ടി ഇന്നലെ ഇപ്പം 3 ദിവസമായി. എടാ നീങ്ക വന്നിട്ട് 3 നാളായി അടിച്ചാ? ഇപ്പം ലോഡെല്ലാം ഇറക്കി. വണ്ടി ഉള്ള പോലെയാ? ഇങ്ങ തന്നെ. അപ്പൊ വണ്ടി ഉള്ള പോയടിച്ചടാ. വണ്ടി ഉള്ള പോയി. അപ്പൊ നൈറ്റ് അപ്പൊ ഇന്നലെ നൈറ്റ് എസ്റ്റർഡേ നൈറ്റ് അല്ലടാ எஸ்டர்டே நைட்டு உங்கள் வண்டி காடி எடா எஸ்டர்டே நைட்டு உங்கள் காடி வண்டி லோரி இங்கே தான் இருக்கு. இங்கே தான் உள்ளே கேட்டு விடல. உள்ளே இல்லை இங்கே. அப்போ என் ஃப்ரெண்டு வண்டி அங்கே போச்சு. அப்போ இன்னும் லோடு இறக்கும். என்னோட லோடு என்ன இருக்கும்? இறங்குனாங்க. சூப்பர். ஆயகா வந்துட்டானா ஆராம்சே போயிட்டாங்க. எங்கன்னா போய் படுத்துட்டா லோட் பண்ணிட்டா ஆராம்சே பெங்களூர் வந்துடு. நீங்கள் இப்போ லோடு எடுத்து பெங்களூருக்கு போகிற? എന്നിട്ട് ബാംഗ്ലൂർക്ക് പോയി അങ്ങ് വീട്ടിലേക്ക് കയറാം. വീട്ടിൽ പോരാ അൺലോഡ് பண்ணிட்டு. ബാംഗ്ലൂരിൽ നിന്ന് എவ்வளோ കിലോമീറ്റർ இருக்கும் വീട്ടിൽ? 15 കിലോമീറ്റർ. പ്രോപ്പർ ബാംഗ്ലൂർ തന്നെ. ஆனால் நீ എനിക്ക് கொஞ்சம் കർണാടക എന്താ എന്നാ ലാംഗ്വേജ് യുവർ ലാംഗ്വേജ്? കന്നഡ വര മാട്ടേ. കന്നഡ നിനക്ക് വര മാട്ടേ? നിനക്ക് നല്ല തെറിയൂ. ആണാ എനിക്ക് വര മാട്ടേ. എനിക്ക് നീ சொல்லி கொடுக்கணும். சொல்லி கொடுக்கணும். കന്നഡയിൽ എന്നെ சொல்லு. കത്തി കൊടുത്തത്. കൽത്തി കൊടുത്തിനി. ഒന്ന് കന്നഡയിൽ ഒന്ന് 2 சொல்லு. ಒಂದು 2 3 4 5 6 7 9 10 11 12 11 12 11 12 12 13 14 ഓ ரொம்ப ടഫ് അല്ലേ? 16 നിനക്ക് വാട്സപ്പ് ഇരിക്കാ? ഞാൻ വാട്സപ്പ് മെസ്സേജ് പോടാം. അപ്പൊ നീ എനിക്ക് കന്നഡ എനിക്ക് சொல்லி കൊടുക്കണം. ஓகே. இது எங்க நம்பர் போயிட்டு இருக்கு. நான் போட்டுட்டேன். லாஸ்ட் 3 ஆயிட்டு. பாரு. நெக்ஸ்ட் லோடு இங்கே தானே? நெக்ஸ்ட் லோடு நீங்கள் பெங்களூருக்கு வா. நான் சொல்கிறேன் லோடு. நாங்கள் இங்கேருந்து ஒன்று எடுத்துகிட்டு எனக்கு சொல்லலாம். இதுதான் நான் வாட்ஸ்அப்பா? இந்த நம்பர் 3 ஆகிட்டு. 9656. ஓகே. കയറ്റി പോട്ടു. ഓക്കെ. അപ്പോൾ നീ കേരളയ്ക്ക് നീ ലോഡുമായി വരില്ല? ഈസിതാ കന്നഡ ഈസിതാ? ரொம்ப ஈஸி கன்னடா. கேரளா மலையாளம்னா
ಬರ್ತಿಲ್ಲ ಕನ್ನಡ ಬರ್ತದ ಅದೇನು ಪ್ರಶ್ನೆ ಇಲ್ಲ. അത് ശരി. എനിക്ക് മലയാളം വരുന്നില്ല. മലയാളം വരുന്നില്ല. ആണോ നിനക്ക് എല്ലാം തെരിയും. നിനക്ക് തമിഴ് തെരിയും, മലയാളം തെരിയും, ഹിന്ദി തെരിയും. മലയാളം ആ എനിക്ക് அவ்வளவுதான். மலையாளம் கேட்ட அர்த்தம் ஆகுது. பேசுறதுக்கு தமிழ்ல பேசுறது. ಇನ್ನು ಹಿಂದಿ வருது, ಇಂಗ್ಲಿಷ್ வருது, കന്നഡ வருது, തെലുങ്ക് வருது. തെലുങ്ക് എല്ലാം തെരിയും അല്ലേ? ഇനി കോളേജിൽ എപ്പോൾ സ്റ്റാർട്ട് பண்ணும்? കോളേജ് ഇത് ജൂൺ 20th അല്ലേ? ஒரு 1 month இன்னும் லாரில ரவுண்ட் போடுறேன். ஓ அப்ப இனி 1 month லோரில ரவுண்ட் பண்ணலாம். இன்னும் 1 month ரவுண்ட் போட்டுட்டு அப்புறமா காலேஜுக்கு போயிட்டு அப்புறமா காலேஜுக்கு போயிட்டு அப்புறமா 1 year ஆனாக்கா அப்புறமா 3 months ரவுண்ட் போடுறேன். அப்புறமா காலேஜுக்கு போறேன். அப்புறமா 3 months ரவுண்ட் போட்டு. சரி. ഡെർലോപ്പസ് ഇവിടെ ലോഡ് ഇറക്കാൻ വന്ന്. ഒരാളെ കുഴപ്പമില്ല. ഇത് കൂടെ വരുന്നൊരു പോസ്റ്റ് അത്രയും നേരം ഇവിടെ വന്ന് കുത്തിയിരിക്കണം. അതൊരു പോസ്റ്റ് പരിപാടിയാണ്. കസേര ഉള്ളതുകൊണ്ട് ചെയറുള്ളത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുക. അല്ലാതെ കുത്തിയിരിക്കാൻ പാടാണ്. ഒന്നാമത് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അത് വേറെ தண்ணியா அங்க ஷாப் இல்லையா? ஷாப் இல்ல, உள்ள இது இருக்குது. என்ன பிஸ்லரி? വേണ്ട, അത് മറ്റേ ஃபில்டர் ஆகுது வெள்ள தண்ணி இருக்கு. அல்லடா அங்கே ചെറിയ பெட்டி அங்கே ചെറിയ சின்ன கடை இருக்கு இல்லையா? இருக்குது. ஆனால் அங்கே சாய் கிடைக்குமா? சாய் குடிക്കാം. ஆனால் உங்கள் அப்பா எப்போ வரும்? வராங்க இப்போ. ஆണോ? കോൾ பண்ணியா? ரிசீவ்ட் கொடுத்துடலாமா? റിസീവ്ഡ് കൊടുത്തില്ല. അങ്ങനെ ഞാൻ എന്താ അங்கே പോ ടീ എല്ലാം കിടക്കെങ്കിൽ കുടിക്കാം. ആണോ? അതാ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഇത് ചെയർ ഇരിക്കുക. ഇല്ല തേവില്ല, പ്രോബ്ലം ഇല്ല. ഉണ്ട്, അവൻ്റെ അപ്പൻ്റെ വണ്ടി അത്. അപ്പനും മോനുമാണ്. അവൻ കോളേജിൽ പഠിക്കുക. 19 വയസ്സേ ഉള്ളൂ. അപ്പം ഇപ്പം കോളേജിൽ അവധി ആയതുകൊണ്ട് ഒരു മാസം അപ്പൻ്റെ കൂടെ വണ്ടി കറങ്ങാൻ ഇറങ്ങിയതാണ്. അവനുള്ളതുകൊണ്ട് ഇത്രയും നേരം സമയം പോയതായിരുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ബോറടിച്ചിരുന്ന് അവനുള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞ് അവൻ സംസാരിച്ചിരിക്കുമായിരുന്നു. കുറച്ച് കന്നഡയൊക്കെ അവൻ എന്നോട് ഗൊത്തി. നമ്പർ മേടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കന്നഡയൊക്കെ പഠിച്ചിട്ട് വേണമെന്ന് ബാംഗ്ലൂരിൽ നിന്ന് റൗണ്ട് അടിക്കാൻ. അയ്യോ, അവിടെ കട അടച്ചത്. ഷിറ്റ്. ഇല്ലേ? ആന്നാ
എത്ര മണി? 7 മണിയോ? 6:45. അപ്പോൾ ഇന്ന് ലോഡ് ഇറക്കിയില്ല. ലോഡ് നാളത്തേക്ക്. നാളെ രാവിലെ ഇറക്കത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ? നാളെ രാവിലെ ഇറക്കത്തുള്ളൂ. ആ, ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ കുത്തിയിരിക്കുക ഇവിടെ തന്നെ. വന്നപ്പോൾ ഈ പെട്ടിക്കട രാവിലെ പുച്ഛിച്ചായിരുന്നു. വന്നപ്പോഴേ ഓ ഇതാണ് പെട്ടിക്കട, ഇതേ ഉള്ള വേറൊന്നും ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ്. എന്താ രാവിലെ തൊട്ട് വൈകുന്നത് രാത്രി വരെ ഇതിൻ്റെ മുന്നിൽ തന്നെ ഇവർ തരുന്നതും കഴിച്ചുകൊണ്ടിരിക്കുന്നു. കർമ്മ. എങ്ങനെയാണ് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കത്തില്ല ഇല്ലയോ? ഇത്രയൊക്കെ ഉള്ളു മനുഷ്യൻ്റെ അവസ്ഥ. പെട്ടിക്കടയെങ്കിൽ പെട്ടിക്കട. നീ വരണം, നീ വന്നേ പറ്റും. ഏത് വീഡിയോ? ഇല്ല, കട്ട് ചെയ്തില്ല. ഉണ്ട്. ഞെക്കിയതല്ല, ഞാൻ സൂം ചെയ്തതാ. 2x ഇട്ട് സൂം ചെയ്തതാ. കട്ട് ചെയ്ത തള്ളവറിൽ പോയപ്പോ നീ ഓ ഏവി അത് ഉടനെ കട്ട് ചെയ്തതായിട്ട്. കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ അല്ലേ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്കങ്ങ് ചെയ്താൽ പോലെ വേണ്ട. എനിക്കിപ്പോൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം എല്ലാം ഞാൻ വീഡിയോ പിടിക്കും. എന്നിട്ട് ഞാൻ ഇരുന്ന് കേട്ട് കട്ടിട്ട് ചെയ്ത് മാറ്റും. അവിടെ അനന്തം വെള്ളം അടി എൻ്റെ ബാഗില്. കുപ്പി കട്ട് ചെയ്തിട്ട് ഒളിഞ്ഞു നോക്കാൻ പറയുമ്പോൾ നല്ല മാന്യമായിട്ട് നോക്കുന്നത്. എടാ ഒളിഞ്ഞു നോക്കാൻ ആദ്യം പഠിക്കണം. എണ്ണിച്ച് എന്നിങ്ങനെ നോക്കാനല്ല. ഏത് കൊച്ചു? ആ വന്നാൽ പോയി. ബാംഗ്ലൂർ. അന്നപ്പോൾ തന്നെ ഇറങ്ങിപ്പോയല്ലോ. ആകാശല്ലേ? ആകാശ്. പിന്നെ ഏത് കൊച്ചിറക്കൻ? ഈ തമിഴ്നാട് വന്നിട്ട് കൊച്ചിറക്കനോ? ഒരു സൈസുള്ളൊരു ചെറുക്കൻ ഉണ്ടായിരുന്നു. ഞാൻ പുറകെ പാത്രം കഴുകുന്നതുണ്ട്. ആ വണ്ടി പോയെന്ന് തോന്നുന്നു. അപ്പുറത്ത് കിടപ്പുണ്ടോ? എന്നാൽ അപ്പുറത്തുണ്ടോ? അത് പോയി. അതല്ലാതെ ഒരു പയ്യൻ വന്നായിരുന്നു. അത് ഹിന്ദി എങ്ങാണ്ട. തമിഴ്നാടല്ലേ? അത് ഹിന്ദിക്കാരൻ എങ്ങാണ്ട. പുള്ളിയുടെ കൂട്ടത്തിൽ ഒരു കൊച്ചി ഇറക്കുന്ന ഒരു ചെറുക്കൻ വന്നായിരുന്നു. ഇപ്പം പിള്ളേർക്കെല്ലാം വെക്കേഷൻ ആയതുകൊണ്ടേ എല്ലാവരും കൂടെ വരുന്നുണ്ട്. പിള്ളേരെല്ലാം കൂടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അമ്പോ രണ്ട് നാളായിടിച്ച്. എന്തോ പടുതോ എവിടെ കിടക്കോ? അത് കയറ്റിയില്ലേ മണ്ടയ്ക്ക്? അവര് കയറ്റിയില്ലേ? ഞാൻ ഒന്ന് ചൂടാവട്ടെ, തണുത്തിരിക്കുക. ഞാൻ ഇൻസൈഡ് വെരി ഹോട്ട്, ഔട്ട് സൈഡ് തണുപ്പ് ഭയങ്കര ചില്ല. ഞാൻ അകത്ത് നല്ല ചൂടായിട്ടിരിക്കുക.